ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകൾ കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റി ആദ്യത്തെ ഒരു 1 അവറിൽ റാലി രേഖപ്പെടുത്തി. അതിനുശേഷം ഒരു ശക്തമായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, പിന്നീടൊരു കൺസോൾട്ടേഷനാണ് കണ്ടത്. ബാങ്കിങ് സെക്ടർ ഇന്നലെ പോസിറ്റീവായിരുന്നു. കൂടാതെ തന്നെ ഓട്ടോ സെക്ടറും ശക്തമായ രീതിയിൽ നിലകൊണ്ടു. ഈ രണ്ട് സെക്ടറും കാരണമാണ് ഫർദർ സെൽ ഓഫ് ഇല്ലാതിരുന്നത്. ഗ്ലോബലി ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പ്രത്യേകത ഉള്ള ഒരു കാര്യം, ഇന്നലെ US നിന്ന് അവിടുത്തെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ടായിരുന്നു. സെൻട്രൽ ബാങ്ക് തലവൻ ജെറോം പവല് ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച് ആയി, പക്ഷേ 2025 2 ഇൻട്രസ്റ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഇന്നലെ US മാർക്കറ്റ് പൊതുവെ പോസിറ്റീവായ രീതിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. അവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടും US മാർക്കറ്റ് അവധിയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ എന്നാൽ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. അപ്പോൾ US പലിശ നിരക്ക് തീരുമാനം ഒരു പരിധി വരെ പോസിറ്റീവായ രീതിയിൽ നിലകൊണ്ടതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ കാണാൻ ഇന്നലെ US നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ ഫ്ലാറ്റ് ആയിരുന്നു. FTSE, CAC 40, ഡാക്സ് 3 മാർക്കറ്റും സ്ലൈറ്റ്ലി നെഗറ്റീവായ രീതിയിൽ, എന്നാൽ വലിയ ഇടിവുകളൊന്നും ഇല്ലാതെ വ്യാപാരം അവസാനിപ്പിച്ചു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 62 പോയിന്റ് മൈനസാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് കഴിഞ്ഞ 4 ദിവസമായിട്ട് റാലി ആയിരുന്നു, ഇന്ന് ഇടിവിലാണ്. കോസ്പി അതുപോലെ തന്നെ ചൈന, ഓസ്ട്രേലിയ ഫ്ലാറ്റാണ്. ഗോൾഡ് ഇന്ന് ഉയർന്നു, $12 പെർ ഔൺസിന് ഉയർന്ന് ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് കാണാം $3381 പെർ ഔൺസ് ആണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ഒന്ന് ഫർദർ സെൽ ഓഫ് ഇല്ലാതെ ആ ഒരു കൺസോൾട്ടേഷൻ ചെയ്ത് കാണാൻ സാധിക്കും. നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഡിമാറ്റ് അക്കൗണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ, ചാർജസ് ഒന്നും തന്നെ ഇല്ലാതെ പബ് സ്റ്റോക്കിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇൻട്രാഡേ മ്യൂച്വൽ ഫണ്ട് എല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡിങ് തുടരാം. അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിയോ ഫിനാൻസ് സ്റ്റോക്കുകളുടെ വാർത്തയാണ്, ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ജിയോ ഫിനാൻസ് കമ്പനി ഇവർ SBIയുടെ ഏകദേശം 104 കോടി രൂപയുടെ വാർത്ത വരുന്ന സ്റ്റോക്കുകൾ അക്യൂർ ചെയ്തേക്കാം എന്നുള്ള ന്യൂസ്. ഹീറോ മോട്ടോ കോർപ്പ് അവരുടെ പുതിയ ഇലക്ട്രിക്കൽ സ്കൂട്ടർ, ന്യൂ ബാറ്ററി വെച്ചിട്ടുള്ള സ്കൂട്ടർ അവർ ലോഞ്ച് ചെയ്യും എന്നുള്ള ന്യൂസ്. അബൌട്ട് ഇന്ത്യ ഫാർമ കമ്പനി അവർ MSD ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്ത് പുതിയ മെഡിസിൻസ് എല്ലാം തന്നെ ചെയ്യാൻ ധാരണയായി. ആവാസ് ഫിനാൻസ് കമ്പനി ഇവിടെ എക്സിക്യൂട്ടീവ് കമ്പനി ഫണ്ട് റൈസ് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം, 200 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള തീരുമാനം അംഗീകാരം കൊടുത്തു. ഐഡിയ AST സ്പേസ് മൊബൈലായിട്ട് കൊളാബ് ചെയ്ത് ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് കൊടുക്കാനായിട്ട് ധാരണയായി. സൈമൻസ് കമ്പനിയുടെ സൈമൻസ് എനർജി അതിൻ്റെ അപ്രൂവൽ BSE NSE ലിസ്റ്റിങ് എല്ലാം തന്നെ അപ്രൂവ് ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ടാറ്റ എലക്സി കമ്പനി അവർ ഇൻഫിനി ടെക്നോളജി ആയിട്ട് കൊളാബ് ചെയ്തിട്ട് EV സൊല്യൂഷൻ ചെയ്യാനായിട്ട് ധാരണയായി. HDFC ബാങ്ക് കമ്പനി വിനയ് റസദൻ എന്ന് പറയുന്ന അവരുടെ ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ റിസൈൻ ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇവർ SBI കാർഡായിട്ട് കൊളാബ് ചെയ്തിട്ട് പുതിയ ക്രെഡിറ്റ് കാർഡ് ഇറക്കാൻ ധാരണയായി. ആക്സസൈഡ് കമ്പനി ഡിഫൻസ് MDVA എന്ന് പറയുന്ന കമ്പനിയായിട്ട് കൊളാബ് ചെയ്തിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഡിഫൻസ് ഉപകരണങ്ങൾ ചെയ്യാൻ ധാരണയായി. അശോക് ബിൽഡ്കോൺ കമ്പനി മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് പുതിയ ഓർഡർ കിട്ടി. ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ പുതിയ സ്ക്രാപ്പിംഗ് സ്റ്റേഷൻ റായ്പൂരിൽ ഇവർ ഉദ്ഘാടനം നടത്തി. പുറവങ്കര ബാംഗ്ലൂർ ബേസ്ഡായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, പുതിയൊരു ഓർഡർ കിട്ടി. കൊച്ചി പ്രൊജക്റ്റുകളുണ്ട് പുറവങ്കരക്ക്. ടാറ്റ എലക്സി കമ്പനി ഇവർ ഇൻഫിറ്റീൻ ടെക് എന്ന് പറയുന്ന കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ വൈകിട്ട് എത്താം. താങ്ക് യു ഓൾ.